കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന ബി.ജെ.പി. നേതാവുമായ അമിത് ഷാ പങ്കെടുക്കുന്ന ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ഒരുക്കങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. മലയാളി കന്യാസ്ത്രീകളുടെ ഛത്തീസ്ഗഡിലെ അറസ്റ്റും വോട്ടർ പട്ടിക വിവാദവും മറികടക്കാനുള്ള തീരുമാനങ്ങൾ ചർച്ചയിൽ ഉണ്ടാകും എന്നാണ് ബി.ജെ.പി. വൃത്തങ്ങൾ നൽകുന്ന സൂചന. റാഫി കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. റാഫി, ഈ സംഘടനാ കാര്യങ്ങളിൽ എത്രത്തോളം ഇടപെടൽ അമിത്ഷായുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും? എല്ലാ മാസവും ഇനി കേരളത്തിലും തമിഴ്നാട്ടിലും സന്ദർശനം എന്നുള്ള തീരുമാനം നേരത്തെ ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതാണ്. നിരന്തരമായ ആശയവിനിമയം നടത്തുക, നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുക എന്ന തീരുമാനത്തിലേക്ക് ബി.ജെ.പി. പോകുന്നുണ്ട്. അമിത്ഷായുടെ സന്ദർശനം എത്രത്തോളം പ്രധാനമാണ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം? തീർച്ചയായും കേരളത്തിലെ സംഘടനാ സംവിധാനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് ചേരുന്ന നേതൃയോഗം ഏറെ നിർണായകമായിരിക്കും. കാരണം രാജീവ് ചന്ദ്രശേഖരൻ അധ്യക്ഷനായി എത്തിയതിനു ശേഷം സംഘടനാ പ്രവർത്തനം മികച്ച നിലയിലാണ് എന്നുള്ള അഭിപ്രായമാണ് നിലവിൽ കേന്ദ്ര നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനവും. അതിന്റെ ഭാഗമായാണ് കേരളത്തിലും തമിഴ്നാട്ടിലും മാസങ്ങളിൽ വന്ന് നേതൃയോഗങ്ങളിൽ പങ്കെടുത്ത് കൃത്യമായ വിലയിരുത്തലുകൾ നടത്തി മുന്നോട്ട് പോകാനുള്ള തീരുമാനം. എന്തായാലും ഇന്ന് ചേരുന്ന നേതൃയോഗത്തിൽ വിവിധ വിഷയങ്ങൾ ചർച്ചയാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളെല്ലാം ഇന്ന് ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ, ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഒപ്പം തന്നെ ഉപാധ്യക്ഷന്മാരായ ഷോൺ ജോർജ് അടക്കമുള്ള കെ സുരേന്ദ്രൻ, ഒപ്പം എം.ടി. രമേശ്, മുരളീധരൻ തുടങ്ങിയ നേതാക്കളെല്ലാം ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളുടെ ഏകോപനമാണ് ഇന്ന് ചർച്ചയാവുക എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകൾ അത് കൃത്യമായി എത്രയാണ് എന്നുള്ളത് പട്ടിക ഇന്ന് സമർപ്പിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടതും അതിന്റെ ചുമതലകളും, ഒപ്പം ഏത് രീതിയിലാണ് ഇനിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടതും എന്നുള്ള കാര്യത്തിലും ചർച്ച നടക്കും. ഒപ്പം വിവാദ വിഷയങ്ങളും ഇന്ന് ചർച്ചയാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കന്യാസ്ത്രീകളുടെ അറസ്റ്റും ഒപ്പം തന്നെ വോട്ടർ പട്ടിക വിവാദവും എല്ലാം ഇന്ന് ചർച്ചയാകും. അത് മറികടക്കാനുള്ള നീക്കങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. ഒപ്പം തന്നെ കോതമംഗലത്തെയും ഒപ്പം കൊല്ലത്തെയുമുള്ള ലവ് ജിഹാദ് ആരോപണങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നത്തെ യോഗത്തിന് ശേഷം നാളെ തൃശ്ശൂരിൽ സംസ്ഥാന ശില്പശാലയും സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഏറെ നിർണായകമായ ഒരു യോഗമാണ് രാവിലെ 10 മണിക്ക് കൊച്ചിയിൽ നടക്കുക. അമിത്ഷാ തന്നെയായിരിക്കും യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ യോഗത്തിന് അധ്യക്ഷത വഹിക്കും. റാഫി കരീമാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.